ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു മിക്സിയുടെ കംപ്ലൈൻറ്റുകളും അതിൻ്റെ പ്രവർത്തന രീതികളും സാധാരണ വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു മിക്സി ഓൺ ആയില്ലെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഭാഗം നമ്മൾ കോഡ് വയർ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ കോഡ് വയർ വർക്കാണോ ഇല്ലയോ എന്ന് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് നമ്മുടെ ഈ ഓവർലോഡ് സ്വിച്ചാണ്. ഇതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സ്വിച്ചാണ്. ലോഡ് കൂടുമ്പോഴോ മിക്സി മോട്ടർ ചൂടാകുമ്പോഴൊക്കെ ഓഫ് ആകാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ് ഈ ഓവർലോഡ് സ്വിച്ച്. ഇത് വളരെ വിലക്കുറവാണ്, കണ്ട് ഏകദേശം 20 രൂപ വരെ ഉള്ളൂ. പിന്നീട് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാർബൺ ബ്രഷ് ഉണ്ട്, 2 ബ്രഷുണ്ട്, 2 സൈഡിലായി 2 ബ്രഷുണ്ട്. ഈ ബ്രഷ് തേഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മിക്സി വർക്ക് ചെയ്യുന്നില്ല. സാധാരണ ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റുകൾ. പിന്നീടുള്ള കംപ്ലൈൻറ്റ് വൈൻഡിങ് കംപ്ലൈൻ്റ് ആണ്. 2 വൈൻഡിങ് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ്, ഈ വെളിയിൽ കാണുന്നത് ഫീൽഡ് വൈൻഡിങ് ആണ്. ഇതിനകത്ത് കാണുന്നത് ആർമേച്ചറാണ്. അഴിച്ചു കഴിഞ്ഞാൽ ആർമേച്ചർ ഈ രീതിയിലാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ കറങ്ങുന്ന വൈൻഡിങ്ങിൻ്റെ ഭാഗം. ഓക്കെ, നമ്മളിനി വിശദമായിട്ട് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം. ലളിതമായി പറഞ്ഞു തരാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് മിക്സിയുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഈ മിക്സികളിൽ യൂണിവേഴ്സൽ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ യൂണിവേഴ്സൽ മോട്ടർ എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യും. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എ സിയിലാണ്. മിക്സിക്ക് പ്രധാനമായി 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫീൽഡ് വൈൻഡിങ്, അതുപോലെ തന്നെ ആർമേച്ചർ. ഫീൽഡ് വൈൻഡിങ്ങിനെ പറ്റി നമുക്ക് പറയാം. ഇത് മോട്ടറിൻ്റെ പുറത്തുള്ള ഭാഗമാണ്. നമ്മൾ സ്ഥിരമായി ചുറ്റി വച്ചിരിക്കുന്ന വൈൻഡിങ് ഭാഗത്തിനെയാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. പിന്നീടുള്ളത് ആർമേച്ചറാണ്. ഇത് മോട്ടറിനുള്ളിൽ കറങ്ങുന്ന ഭാഗമാണ്. ബുഷ്, മുകളിലും താഴെയും ബുഷുണ്ട്. അതിനിടയ്ക്ക് ഒരു ആർമേച്ചർ കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ കമ്മ്യൂട്ടർ വഴിയാണ് കാർബൺ ബ്രഷ് വഴി നമ്മൾ കറണ്ട് മിക്സിയുടെ ആർമേച്ചർക്ക് നൽകുന്നത്. ഇനിയും ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതി കാർബൺ ബ്രഷ് വഴി കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ആർമേച്ചറിൽ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ്ങിനും ആ സമയം തന്നെ വൈദ്യുതി എത്തുന്നു. ഫീൽഡ് വൈൻഡിങ്ങിൽ വൈദ്യുതി എത്തുമ്പോൾ അതൊരു കാന്തിക മണ്ഡലം അവിടെ രൂപപ്പെടുന്നു. ആ സമയം തന്നെ ആർമേച്ചറിലും കറണ്ട് വരുന്നുണ്ട്. ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കാന്തിക മണ്ഡലവുമായി ഈ ആർമേച്ചർ പ്രവർത്തിക്കുന്നു. ഇതിനെ ലോറൻസ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ കാന്തിക മണ്ഡലം ബലമേറിയ ആർമേച്ചറിനെ ശക്തമായി കറക്കുന്നു. അങ്ങനെയാണ് ആ ഷാഫ്റ്റ് വഴി നമ്മൾ കപ്ലർ പിടിപ്പിച്ച് ജാർ ഫിറ്റ് ചെയ്താണ് നമ്മൾ മിക്സി സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ സ്പീഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഫീൽഡ് വൈൻഡിങ്ങിൽ ടാപ്പുകളായി തിരിച്ച് ഒരു സാധാരണയായി 4 ടാപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നതനുസരിച്ചാണ് മിക്സിയുടെ സ്പീഡ് നിയന്ത്രിക്കപ്പെടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മിക്സി ഓടുമ്പോൾ ചെറിയ സ്പാർക്ക് വരുന്നത് സാധാരണമാണ്. എന്നാൽ ശക്തമായി നല്ല തീ കത്തുന്നപ്പോഴുള്ള സ്പാർക്ക് വരികയാണെങ്കിൽ ഒന്നുകിൽ ബ്രഷ് തേഞ്ഞ് മാറിയതായിരിക്കും, അല്ലെങ്കിൽ വൈൻഡിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് വരും. പിന്നീടുള്ളത് ഓവർലോഡ് പ്രൊട്ടക്ഷനാണ്. കൂടുതൽ സമയം മിക്സി ഓടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ലോഡ് ഇടുകയോ ചെയ്യുമ്പോൾ അത് ഓഫാകാൻ വേണ്ടി ഒരു സ്വിച്ചാണ്. അതിനെ റീസെറ്റ് സ്വിച്ച് എന്ന് പറയാറുണ്ട്, അതുപോലെ ഓവർലോഡ് സ്വിച്ച് എന്ന് പറയാറുണ്ട്. ഈ ഒരു മിക്സിയുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കാർബൺ ബ്രഷാണ്, ഒന്ന് ആർമേച്ചറാണ്, ഒന്ന് ബുഷാണ്, ഫീൽഡ് കോയിലാണ്, പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ടറുണ്ട്, കപ്ലറുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഒരു മിക്സിയിലുള്ളത്. സാധാരണ മിക്സി വരുന്ന കംപ്ലൈൻറ്റുകൾ നമുക്ക് നോക്കാം. മിക്സി ഓൺ ആവുന്നില്ല, അത് ഓവർലോഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ആകാം, അല്ലെങ്കിൽ കോഡ് വയർ കംപ്ലൈൻ്റ് ആകുന്നത് കൊണ്ട് സംഭവിക്കും. പിന്നെ കറങ്ങുമ്പോൾ സ്പാർക്ക് വരുന്നത് ഒന്നെങ്കിൽ കാർബൺ ബ്രഷ് തേഞ്ഞു പോകുന്നതയോ വൈൻഡിങ് കംപ്ലൈൻറ്റ് കൊണ്ട് ആയിരിക്കും. പിന്നീട് വലിയ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ബുഷ് തേഞ്ഞു പോയി കഴിഞ്ഞാലാണ് ഒരു സൈഡ് പിടിച്ചു നിൽക്കുക, അതുപോലെ വളരെ വലിയ സൗണ്ട് കേൾക്കുക എന്നൊക്കെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്നത്. പിന്നീട് പുക വരുന്നു, കരിഞ്ഞ മണം ഒക്കെ ആണെങ്കിൽ എൻ്റെ വൈൻഡിങ് കത്തിയതാണ്, കോയിൽ ഷോർട്ട് ആയി കത്തിയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായി മിക്സിക്കുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളും പ്രവർത്തനങ്ങളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.